11 വർഷത്തെ കാത്തിരിപ്പിനൊടുവില് പ്രേമകുമാരിക്ക് സ്വപ്ന സാക്ഷാത്കാരം. ആരാണി പ്രേമകുമാരി എന്നല്ലേ? മകൾ നിമിഷപ്രിയയെ കാണാൻ യമൻ സർക്കാരിന്റെ അനുമതി കിട്ടി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സനയിലെ ജയിലിലാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി റിയ ബേബി ചേരുന്നു. റിയ, 10 വർഷത്തിന് ശേഷമാണ് മകളെ നേരിട്ട് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു ആ ഒരു കൂടിക്കാഴ്ചയിലേക്ക് എത്താൻ. അപ്പോൾ ഇന്ന് കൂടിക്കാഴ്ചയെ തുടർന്ന് എന്തായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ? എങ്ങനെയാണ് അവിടുത്തെ സർക്കാരിന്റെ ഒരു നിലപാട്? വിട്ടയക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിന്റെ നിബന്ധനകൾ എന്തെങ്കിലുമൊക്കെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? മോത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നയതന്ത്ര ചർച്ചകൾക്ക് പോലും ഒരു വിദൂര സാധ്യത മാത്രമുള്ള ഒരു കേസ്, അങ്ങനെ ഒരു സ്ഥലം യമൻ, അവിടെ പ്രതീക്ഷ നൽകുന്ന ചില ചുവടുവയ്പ്പുകളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അവർ യമനിലെത്തിയിരുന്നു. അതിനുശേഷം ഈ നിമിഷപ്രിയയെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജയിലിലെത്തി കാണാനുള്ള സാധ്യതകൾ തീരുമാനമായിട്ടുണ്ട്. അനുമതി സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയും ഒപ്പമുള്ള സേവ് നിമിഷപ്രിയ ഫോറത്തിന്റെ ഒപ്പമുള്ള സാമുവൽ ജെറോമും വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷമാണ് നിമിഷപ്രിയയെ കാണാനായി അമ്മ അവിടെ എത്തുന്നത് എന്നതും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഈ കേസിൽ അടുത്തൊരു സ്റ്റെപ്പ് കൂടി ഇവർ താണ്ടുന്നു എന്നതാണ് പ്രതീക്ഷ നൽകുന്നത്. കാരണം ഈ ഗോത്ര തലവന്മാരുമായി ചർച്ച നടത്തി ഇതിലൊരു തീരുമാനമുണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ പ്രതീക്ഷിക്കുകയും ഇവർ കാത്തുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു മുന്നോടിയായി നിമിഷപ്രിയനെ ജയിലിൽ കാണുന്നു. അതിനുശേഷം ഗോത്ര തലവന്മാരുമായി ചർച്ച നടത്തി മറ്റു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇന്നെന്തായാലും ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തുകയും ജയിലിലെത്തുകയും സനയിലെ ജയിലിലെത്തി നിമിഷപ്രിയയെ അമ്മ കാണും. അതിനുശേഷം ഗോത്ര തലവന്മാരുമായി ചർച്ച നടത്തി ബ്ലഡ് മണി അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നതാണ് അമ്മയും കൂടെയുള്ള ആളുകളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്.